ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPIM നേതാവുമായ എ പത്മകുമാറിനെതിരെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടപടിയെടുത്തു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ തോമസ് ഐസക് മാധ്യമങ്ങളോട് പരസ്യമായി തന്നെ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത്ര തൃപ്തി പോരാ. ഇതൊന്നും പോരാ നടപടി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ CPIMനെ വിമർശിക്കുകയും ചെയ്യുന്നു. എ പത്മകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തും. അത് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൽ CPIM നേതാക്കൾക്കെതിരെ വിമർശനമുണ്ടാകും, തെളിവുണ്ടാകും. അതുകൊണ്ട് നടപടി ഒന്ന് മയപ്പെടുത്തി. പുറത്താക്കാനായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ പുറത്താക്കിയില്ല, സസ്പെൻഡ് ചെയ്തതേയുള്ളൂ. പുറത്താക്കാതിരുന്നത് നേതാക്കൾ ഭയപ്പെട്ടിട്ടാണ് പത്മകുമാറിനെ. വെളിപ്പെടുത്തലുകൾ വന്നാൽ പലരുടെയും തലയുരുളും എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുകയും എഴുതി വെക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. മലയാള മനോരമയുടെ 1-ാം പേജിൽ സ്വർണ്ണക്കൊള്ള പത്മകുമാറിന് എതിരെ നടപടി, മയത്തിൽ ഒരു സസ്പെൻഷൻ. CPIM കർശന നടപടി എടുക്കാത്തത് പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന ആശങ്കയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയും പ്രധാനപ്പെട്ട പത്രമാണല്ലോ. മാതൃഭൂമിയും കൊടുത്തിരിക്കുന്നത് സമാനമായ വാർത്ത തന്നെയാണ്. 1-ാം പേജിൽ തന്നെയുണ്ട്. പത്മകുമാറിൻ്റെ പേരിൽ നടപടി, സസ്പെൻഷനിൽ ഒതുക്കി, സമ്മർദ്ദത്തിന് CPIM വഴങ്ങി. സ്വർണ്ണക്കൊള്ള കേസ് കുറ്റപത്രം വന്ന ശേഷം ഗുരുതര കുറ്റമെങ്കിൽ തുടർ നടപടി എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സമാനമായ ഭാഷ, സമാനമായ രീതി. ഇത് രണ്ട് പ്രമുഖ പത്രങ്ങൾ. ഇനിയുള്ള മറ്റു പത്രങ്ങൾ, കേരള കൗമുദിയായാലും മാധ്യമമായാലും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ് വാർത്തകൾ വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലുകളിൽ, പ്രമുഖ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. ഇതേ മാതൃകയിൽ തന്നെയാണ് ചർച്ച പോവുകയും ചെയ്തത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന്. പാർട്ടി എങ്ങനെയാണ് നടപടിയെടുക്കാറുള്ളത് എന്ന് മുൻകാല നടപടികൾ പരിശോധിച്ചാൽ മതിയാകും. MV രാഘവനെ CPIMൽ നിന്ന് പുറത്താക്കിയിരുന്നു. CPIMൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സസ്പെൻഷൻ കാലാവധിയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയില്ല എങ്കിൽ, പാർട്ടിയോടൊപ്പം പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് നിന്നാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. അതല്ല, പാർട്ടി വിരുദ്ധ നടപടികളും പ്രവർത്തനങ്ങളും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അത് സസ്പെൻഷൻ കാലത്ത് തന്നെ ആകാം, അതല്ലെങ്കിൽ സസ്പെൻഷൻ കാലം കഴിഞ്ഞിട്ടുമാകാം. ഇതാണ് പാർട്ടിയുടെ ഒരു നടപടി രീതി. പാർട്ടിയിലെ ഏറ്റവും വലിയ ശിക്ഷ പുറത്താക്കലാണ്. രണ്ടാമത്തെ ശിക്ഷയാണ് സസ്പെൻഷൻ എന്ന് പറയാം. അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു എ പത്മകുമാറിനെ. അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്താതെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിന്നാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. അത് CPIMൻ്റെ ഒരു പ്രവർത്തന രീതിയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് വെണ്ടക്ക വാർത്ത നിരത്തുന്നത്. മനസ്സിലാക്കാതെയാണ് എന്ന് പറയുന്നതിൽ ഒരു പെശകുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ എഴുതി തള്ളുന്നത് നമ്മുടെ മാധ്യമങ്ങൾ. കാരണം മാധ്യമങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് അവർ വിളിച്ചു പറയുന്നത്. നടപടിയെടുത്തില്ലെങ്കിൽ അയ്യോ നടപടിയെടുത്തില്ല, സംരക്ഷിക്കുന്നു എന്നതായിരിക്കും വാർത്ത. നടപടിയെടുത്താൽ എടുത്ത നടപടി കുറഞ്ഞുപോയേ ഭയപ്പെട്ടിട്ടാണ് നടപടിയെടുക്കാത്തത്. എ പത്മകുമാറിനെ CPIM നേതാക്കൾക്ക് ഭയമാണ് എന്ന രൂപത്തിലുള്ള വാർത്തകൾ എഴുതി വിടും. ഇത് മാധ്യമങ്ങളുടെ പതിവ് രീതിയാണ്. എന്തൊക്കെയായാലും നെഗറ്റീവ് വാർത്തകൾ CPIMനെ സംബന്ധിച്ച് എഴുതി നിറക്കുന്ന ഒരു രീതിയാണ് മാധ്യമങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPIM വിരുദ്ധ നിലപാടാണ് ഈ മാധ്യമങ്ങൾക്ക് എല്ലാം ഉള്ളത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. CPIMനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് ഉറക്കം നടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ എന്ന് എത്രയോ കാലമായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തെളിവുകൾ ഓരോ ഘട്ടത്തിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം CPIM പ്രവർത്തകരും അണികളും വിശ്വസിച്ചിരുന്നുവെങ്കിൽ CPIM തന്നെ എന്നേ ഇല്ലാണ്ടായേനെ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്.